ഹലോ ഗൈസ്, ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു അപ്ഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 14 Pro Maxന് iOS 18 അപ്ഡേഷൻ വന്നത് ഞാൻ ചെയ്തത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് കുറേ ബഗ്ഗും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മുടെ ഫോൺ എന്താണ് ഹാങ്ങായിട്ട് നിൽക്കും. പിന്നെ എനിക്കിപ്പം കോൾ വിളിച്ചാൽ പോകാനും പാടാണ്. ഇങ്ങോട്ട് വന്ന കോൾ ചിലപ്പം വിളിക്കാൻ നേരത്ത് കേക്ക് ചെയ്യാൻ, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ iOS 18.1.1 വന്നേക്കുവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഇത് കിടപ്പുണ്ട്, എനിക്ക് അപ്ഡേഷൻ വന്ന് കിടപ്പുണ്ട്. അപ്പം ഇതും കൂടെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അടുത്ത ഒരു ടെക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ഗൈസ്. ഇതിൽ ഫോൺ അടിച്ചു പോയില്ലോ എന്ന് അറിയാൻ പാടില്ല. അപ്പം എൻ്റെ അകത്ത് കിടക്കണത് ബോട്ട് 18.0.1 ആണ്. ഇതിപ്പം വന്നേക്കണ 18.1.1 ആണ്. ഒരു 1ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് കുറേ ബഗ്ഗും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇത് സെറ്റാവുന്നതാണ് തോന്നുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ബാറ്ററി. ഇപ്പം 100%, ഇപ്പം ഞാൻ 100% ഇപ്പം ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പം ഞാൻ ഉപയോഗിച്ചില്ലെങ്കിലും ഇപ്പോൾ ഒരു ദിവസം കഴിയാൻ നേരത്ത് പകുതി ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാൻ പാടില്ല, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്ഡേഷൻ കഴിഞ്ഞ് കുറേ ബഗ്ഗും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ ലോ ലൈറ്റിൽ ക്യാമറ ഇതിപ്പോൾ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. ലോ ലൈറ്റിൽ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റണില്ല. കാരണം ഒരു ക്ലാരിറ്റി വൈസ് ഒന്നും പറ്റണില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സെറ്റിങ്സ് മാറി കിടന്നിട്ട് അതൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പം ഈ അപ്ഡേഷൻ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിപ്പം ഡൗൺലോഡ് കൊടുക്കാൻ പോകുന്നത് വെരിഫൈയിങ് അപ്ഡേറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ കണ്ണുകൊണ്ടുള്ള ഇത് എന്നാ ഐ റീഡിങ് അല്ല, നമുക്ക് കണ്ണിൽ കൂടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിടാം. നമുക്കൊരു ആപ്പ് സെലക്ട് ചെയ്യാം. അതൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ബഗ്ഗും കാര്യങ്ങളും വന്നിട്ടുണ്ട് നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഓണാക്കാൻ നേരത്ത് തന്നെ ഫോൺ ബഗ്ഗായി. ഇച്ചിരി നേരത്തേക്ക് ഇതായി എന്ന് വെച്ചാൽ ആ ഫീച്ചറൊക്കെ ആ അപ്ഡേഷന് കുറേ ബഗ് അതിൻ്റെ അകത്ത് കയറി വന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാക്കാൻ അവർക്ക് കുറേ താമസം എടുക്കുമെന്ന് തോന്നുന്നു. അതിനായിരിക്കും ഇത് അടുത്ത് വന്നേക്കണം. അത് ആദ്യം എനേബിൾ ചെയ്യാൻ ഇച്ചിരി സ്റ്റക്കായിട്ട് കുറേ നേരം നിന്ന്, അത് കഴിഞ്ഞ് ഞാനത് രണ്ടാമത് എടുത്തിട്ട് ഞാൻ എനേബിൾ ചെയ്തപ്പോഴാണ് അത് ഓണായത്. അത് ഓണായിട്ട് നമ്മൾ ഇച്ചിരി പാടാണ്. നമ്മൾ കണ്ണുവെച്ച് ഓക്കെ അത് സ്ക്രോളൊക്കെ ആവും. പക്ഷേ ഇടയ്ക്കൊന്ന് നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ അത് ഓപ്പണായി അത് തന്നെ ഓട്ടോമാറ്റിക്കായി സെലക്ട് ആയിയൊക്കെ പോകും. അങ്ങനത്തെ ഓരോ വിഷയം അതിൻ്റെ അകത്തുണ്ട്. ഐ റീഡിങ്ങിൻ്റെ ഐ കൺട്രോളിൻ്റെ ഐ കൺട്രോൾ എന്നാണ് പറയുന്നത് അതിൻ്റെ കുഴപ്പം. പിന്നെ ഇത് സ്റ്റെക്കും എൻ്റെ കോളിൻ്റെ ഇഷ്യൂസും എന്ന് വെച്ചാൽ ഞാനും അർജുനും ഒരേ ഇത് തന്നെയാണ്, നെറ്റ്വർക്കാണ് യൂസ് ചെയ്യണത്. ഞാൻ ആദ്യം പറയാൻ നെറ്റ്വർക്കിൻ്റെ ആയിരിക്കും എന്ന് ഓർത്തത്. പക്ഷെ അവൻ്റെ ഫോണിന് കുഴപ്പമില്ല. അവൻ്റെ സാംസങ് അൾട്രയാണ്. പക്ഷെ അവന് കുഴപ്പമില്ല. എനിക്ക് ഒരു ബഗ് വന്നിട്ടുണ്ട്. കോള് വിളിക്കാനായിട്ട് ലേറ്റ് ആകുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ ജിയോയ്ക്ക് ഒരു ഇതുണ്ടായി, ഡിലേ ഉണ്ടായിരുന്നു. ഇച്ചിരി ഡിലേ കഴിഞ്ഞിട്ടാണ് കോള് പോകണം. പക്ഷേ ഇതിൽ കോളേ പോയില്ല. നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു 2 തവണ വിളിച്ചാലേ ഒരു കോള് തന്നെ പോകുള്ളൂ. പിന്നെ ഇടയ്ക്ക് വിളിക്കാൻ നേരത്ത് കോള് കിട്ടാറില്ല. ഇതിപ്പം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് ആകട്ടെ ഗൈസ്. പിന്നെ എങ്ങനെയുണ്ട് അതിൻ്റെ പുതിയ ആംബിയൻസ് എങ്ങനെയുണ്ട് ഗൈസ്? ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഓർത്തു. നിങ്ങൾ എല്ലാവരും ഫോൺ അടിച്ചു പോകാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുക ഗൈസ്. ഒരു ആവേശത്തിന് ഞാൻ ചെയ്തതാണ്. നീ അത് കാരണം ചെയ്തിട്ടേ ഇല്ല. അത് ചെയ്യണ്ടെന്ന് പറഞ്ഞ ആ അപ്ഡേഷൻ. കാരണം ഫോണ് നമുക്ക് പുതിയ എക്സ്പീരിയൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ iOSൻ്റെ പുതിയ ഫങ്ഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഓക്കെയാണ്. നമുക്ക് കുറേ കസ്റ്റം ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ ഇത് ഫുള്ള് കസ്റ്റം ചെയ്തിട്ടേക്കുവാന്ന് വെച്ചാൽ നമ്മുടെ മെനുവും കാര്യങ്ങളൊക്കെ എന്നാണ് പറയുക, എൻ്റെ കളർ ഗ്രേഡിങ് ഒക്കെ ചെയ്ത് ഞാൻ മെനു ഒക്കെ നമ്മുടെ ഹോം സ്ക്രീനൊക്കെ ചെയ്തിട്ടേക്കുവാണ്. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറും അത് ഞാൻ കസ്റ്റം ചെയ്തിട്ടു. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇത് നമുക്ക് കസ്റ്റം ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബാക്കി ഒരു സൈഡ് ഓക്കെ, പക്ഷേ ഇപ്പുറത്തെ സൈഡും കുഴപ്പമുണ്ട് ഗൈസ്. അതാണ് എന്ന് വെച്ചാൽ
നല്ല കാര്യമുണ്ട്, പക്ഷേ കൂടുതലും ഇച്ചിരി ചീത്തക്കാരിയാണ്. നമുക്ക് ബഗ്ഗൊക്കെ ആണെന്ന് വെച്ചാൽ ഇച്ചിരി പാടാണ്. ആ അപ്ഡേഷൻ ഒരു 2 ആഴ്ച ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സെക്യൂരിറ്റി പാച്ച് ഇല്ല വന്നിട്ടില്ല. വേറെ ഒരെണ്ണം വന്നത് ഇത് തന്നെയാണ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ഗൈസ്. ഇതും കൂടെ നോക്കാം. ഇത് അപ്ഡേഷൻ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. എത്ര ഇതാണെന്ന് അറിയാൻ പാടില്ല, കാരണം എത്ര MB ആണെന്ന് ഞാൻ നോക്കിയില്ല. കുറച്ച് കാണുള്ളൂ. ഒരു ബഗ് ഫിക്സും കാര്യങ്ങളുമായിട്ടുള്ള അപ്ഡേഷൻ ആയിരിക്കും. അത് നോക്കാം എന്താ പുതിയ ഫീച്ചർ എന്ന്. അപ്പം ഗൈസ് ഇത് അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞ് ഞാൻ വരാം, ഇല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും, ബോറായിരിക്കും. ഇതാകുമ്പോൾ പിന്നെ ഒരു ലൈറ്റ് വീഡിയോ അപ്ഡേഷനാണ്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. ഇത് 14 Pro Maxൽ വന്ന കാര്യങ്ങളാണ്. ഇത് അപ്ഡേഷൻ കിട്ടിയ കാരണം നമുക്ക് ഇടുന്നേ ഉള്ളൂ. അത് കാരണം എടുത്തു വെക്കുന്നു ഗൈസ്, ഇല്ലെങ്കിൽ പിന്നെ ഷോക്കായി പോയില്ലേ. ഇടയ്ക്കൊന്ന് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ആ വീഡിയോ എന്തായാലും ഇട്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 1 month യൂസ് വീഡിയോ ഇടണമെന്ന് ഓർത്തയാണ്. അപ്പോഴേക്കും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും ഈ ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസും കൂടെ പറഞ്ഞേക്കാന്ന് വെച്ച്. ഇത് അപ്ഡേറ്റ് ചെയ്യാത്തവരാ എന്ന് വെച്ചാൽ പഴയ OS ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം വലിയ ഈ മറ്റേ എഡിറ്റ് ചെയ്ത് ഇടാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ ബാറ്ററിയാണ് എനിക്കൊരു ഷോക്കായിട്ട് തോന്നി, ബാക്കിയെല്ലാം കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ 1 മാസമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ആ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ ബഗ്ഗും കാര്യങ്ങളും വന്നത്. ആ ഐ റീഡിംഗ് ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഐ കൺട്രോളൊക്കെ ഓഫ് ചെയ്തിട്ട്. ഐ റീഡിംഗ് എന്ന് വെച്ചാൽ മറ്റേത് നമ്മൾ ഈ ഫോൺ ഇത്ര അടുത്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഇതാവും. നമ്മൾ ഇത്ര അകലത്തിൽ പിടിച്ചാൽ അതാണ് ഐ കൺട്രോൾ. അതുണ്ട്, അത് ഓൾറെഡി ഓഫാണ്. ഭാഗ്യം ഗൈസ്, പെട്ടെന്ന് കഴിഞ്ഞു. ഇവിടെ ഹലോ എഴുതി വന്നു ഗൈസ്. അപ്പം നമുക്ക് സൈപ്പ് അപ്പ് ചെയ്ത് നോക്കാം. പാസ്വേഡ് അടിക്കട്ടെ ഗൈസ്. ഇതെങ്കിലും അതിന് കിട്ടണേ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഗൈസ്. യുവർ ഐഫോൺ ഹാസ് ബീൻ അപ്ഡേറ്റഡ് ടു iOS 18.1.1. സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ടേൺ ഓൺ, നോട്ട് നൗ. വെൽക്കം ടു ദി ഐഫോൺ. അപ്പം ഇങ്ങനെയൊക്കെ വന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സ്ക്രീൻ ഓപ്പൺ ആക്കി അപ്ഡേറ്റ് ആയെന്നൊന്നും കാണിക്കാറില്ല. എന്നാണ് നേരെ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്ന. ഇത് എന്തുകൊണ്ടാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ വന്നത് കേട്ടോ. വെൽക്കം ടു ദ ഐഫോൺ നോക്കാം. സൈപ്പ് അപ്പ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതാണ് നമ്മുടെ സ്ക്രീൻ. ശരിക്കും ഇത് റീസ്റ്റാർട്ടായി വന്ന് നമ്മുടെ ഹോം സ്ക്രീനാണ് നേരെ കാണിക്കുന്നത്. ഇതെന്ത് പറ്റിയോ എന്തോ അറിയാൻ പാടില്ല ഗായ്സ്. അതിവിടെ എഴുതി വന്നിട്ടുണ്ട്, യുവർ ഐഫോൺ ഹാസ് ബീൻ അപ്ഡേറ്റഡ് ടു iOS 18.1.1 എന്ന്. അപ്പം ഗൈസ് അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഇത് മെയിനായിട്ടുള്ള ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേഷൻ ആണ് ഇവർ പറയുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ അബൌട്ട് എടുത്ത് നോക്കിയപ്പോൾ ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ്സ് ഇമ്പോർട്ടൻറ്റ് സെക്യൂരിറ്റി ഫിക്സ് ആൻഡ് ഈസ് റെക്കമെൻഡഡ് ഫോർ ഓൾ യൂസേഴ്സ് എന്നാണ് കിടക്കുന്നത്. അപ്പം ഗൈസ് വേറെ പുതിയതായിട്ടൊന്നും ആഡ് ഓൺ ആയിട്ടില്ല. നമ്മുടെ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ആവുമെന്ന് തോന്നുന്നു ഈ അപ്ഡേഷന്. പിന്നെ ബാറ്ററി അപ്ഡേറ്റ് ഫിനിഷിങ് ഇൻ ബാക്ക്ഗ്രൗണ്ട്, ചെറിയൊരു ബാറ്ററിയുടെ അവിടെ ഒരു ഇൻസൈറ്റ്, പുതിയതായിട്ടൊരു ഇൻസൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. ബാറ്ററി ഓപ്ഷൻ്റെ അവിടെ ഒരു ഇൻസൈറ്റ് സജഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നും കൂടെ ഞാൻ നോക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഈ അപ്ഡേഷൻ പുതിയതായിട്ടൊന്നും ആഡ് ഓൺ ആയിട്ടില്ല. ഒരു സെക്യൂരിറ്റി പാച്ച് ആണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ ബാറ്ററിയുടെ അവിടെ ഒരു ഇതും വന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല ആഡ് ഓൺ ആയിട്ട്. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ഇൻഫർമേഷൻ. എന്താണ് പുതിയതായിട്ട് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് കാണിച്ചു തന്നതാണ്. പിന്നെ എനിക്ക് ഈ അപ്ഡേഷൻ്റെ പിന്നെ വേറൊരു ഇഷ്ടപ്പെട്ട നമ്മുടെ ടോർച്ചാണ്. മറ്റേ വൈഡും ആവും, മറ്റേ നാരോ ഒക്കെ ആക്കിയിട്ട് അതും ഒരു നല്ലൊരു അടിപൊളി ഐറ്റായിരുന്നു, ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.